ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ 2026 ജനുവരി 24 ശനിയാഴ്ചയാണ് മകരമാസത്തിലെ മകരഷഷ്ഠി വരുന്നത്. അതായത് തൈ മാസത്തിലെ ഷഷ്ഠി എന്ന് പറയാം. തൈ മാസത്തിലെ ഷഷ്ഠിയാണെങ്കിലും കാർത്തികയാണെങ്കിലും തൈപ്പൂയമാണെങ്കിലും ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന വളരെയധികം മഹത്തരമായിട്ടുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നമ്മൾ മിസ് ചെയ്യാതെ ചെയ്യേണ്ടുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് ഞാൻ ഒരുപാട് പേർക്ക് പേഴ്സണലായിട്ടും അല്ലാതെയും പറഞ്ഞു കൊടുത്ത് അവരത് ചെയ്ത് അവർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഈ മകരഷഷ്ഠിക്ക് ചെയ്യേണ്ടതെന്നും എന്താണ് മകരഷഷ്ഠിയുടെ പ്രത്യേകതകൾ എന്നുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒപ്പം തന്നെ അതിപ്രധാനമായിട്ട് നമ്മൾ നാളെ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഷഷ്ഠി തിഥിയുടെ ആരംഭം ജനുവരി 24 ശനിയാഴ്ച അതികാലെ 1:30 കൂടിയിട്ടാണ്. തിഥി അവസാനിക്കുന്നത് ജനുവരി 25 ഞായറാഴ്ച അതികാലെ 12:36 കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയാണ് പൂർണ്ണമായിട്ടും നമുക്ക് ഷഷ്ഠി ഉള്ളത്. അന്നാണ് നമ്മൾ ഷഷ്ഠി വ്രതം എടുക്കുന്നത്. ഷഷ്ഠി വ്രതം എടുക്കുന്നവർ ഇന്ന് രാത്രിയിൽ നോൺ വെജ് ഒന്നും കഴിക്കരുത്. അരിയാഹാരം ഉപേക്ഷിക്കുമെങ്കിൽ അങ്ങനെ. ശേഷം ശനിയാഴ്ച സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ നമ്മൾ വിളക്കൊക്കെ തെളിയിച്ച് അല്ലെങ്കിൽ ഭഗവാന് മുൻപിൽ ഒരു നെയ്ദീപമെങ്കിലും കൊളുത്തി വെക്കണം. നെറ്റിയിൽ തീർച്ചയായിട്ടും ഭസ്മം ധരിച്ചിരിക്കണം. അത് ഷഷ്ഠിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ്. ഷഷ്ഠിവ്രതം എടുക്കുന്നവരുടെ നെറ്റിയിൽ ഭസ്മം ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഭഗവാന്റെ മുൻപിൽ നിങ്ങൾ ഷഷ്ഠി തിഥികളിൽ സാധാരണയായിട്ട് എന്താണോ ചെയ്യുന്നത്, ചിലർ വെറ്റില ദീപം കൊളുത്താറുണ്ടാവും, ചിലർ ഷഡ്കോണ ദീപം കൊളുത്താറുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊളുത്താവുന്നതാണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഗ്രാമ്പൂ ദീപം കൊളുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗ്രാമ്പൂ ദീപം കൊളുത്താവുന്നതാണ്. സൂര്യഭഗവാൻ വിഷ്ണുരൂപം പ്രാപിച്ച ഷഷ്ഠിയാണ് മകരത്തിലെ ഷഷ്ഠി എന്നാണ് പറയുന്നത്. ഈ ഒരു ഷഷ്ഠി നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഏതൊരു കാര്യസാധ്യത്തിന് വേണമെങ്കിലും പ്രാർത്ഥനയോടുകൂടി എടുക്കാവുന്നതാണ്. ഇന്ന് വരെ ഷഷ്ഠി എടുക്കാത്തവർക്ക് ഈ ഒരു മകരത്തിലെ ഷഷ്ഠി മുതൽ ആരംഭിച്ച് വരുന്ന ധനു വരെ ആകുമ്പോൾ നമുക്ക് 12 ഷഷ്ഠിയാവും. സാധാരണ തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠിയോടുകൂടി നമ്മൾ അവസാനിപ്പിച്ചിട്ട് വീണ്ടും വൃശ്ചികം മുതൽ എടുത്ത് തുലാമാസമാകുമ്പോൾ 12 ഷഷ്ഠി എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത്. അത് എടുക്കാൻ സാധിക്കാത്തവർക്ക് മകരത്തിലെ ഷഷ്ഠി മുതൽ തുടങ്ങാവുന്നതാണ്. അങ്ങനെ വരുമ്പം ധനു ആകുമ്പോൾ 12 ഷഷ്ഠി പൂർത്തിയാവുന്നതായിരിക്കും. അതായത് ഇതുവരെയും ഷഷ്ഠിവ്രതം എടുത്തിട്ടില്ല, എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഷഷ്ഠി തിഥി ദിവസം നാളെ രാവിലെയോ, അതായത് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു 9 മണിക്കുള്ളിലോ, അങ്ങനെ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ഒരു 5:30 മുതൽ രാത്രി ഒരു 9 മണിക്ക് ഉള്ളിലോ ഞാൻ ഈ പറയുന്ന ഒരു മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. മന്ത്രം ചൊല്ലുന്നതിനേക്കാൾ മുൻപായി നാളത്തെ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ വീടിനടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തണം. ഇനിയിപ്പോൾ അബ്രോഡൊക്കെയാണ് താമസിക്കുന്നത്, വീടിനടുത്ത് മുരുകക്ഷേത്രം ഇല്ല എന്നുള്ള അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ വിളിച്ച് അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളോടോ ആരോടെങ്കിലും പറഞ്ഞ് മുരുകക്ഷേത്രത്തിൽ നാളത്തെ ദിവസം പാലഭിഷേകം നടത്തണം. മകരത്തിലെ ഷഷ്ഠി മുതലാണ് സത്യത്തിൽ പാലഭിഷേകം ഭഗവാന് നടത്തി തുടങ്ങാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു മാസം എന്ന് പറയുന്നത്. അതിനു മുൻപ് നമുക്ക് ഏത് മാസത്തിലെ ഏതൊരു ഷഷ്ഠിയിലും ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മകരത്തിലെ ഷഷ്ഠിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. തമിഴ്നാട്ടുകാരുടെ ഒരു വിശ്വാസം അനുസരിച്ച് തൈ പിറന്നാൽ വഴി പിറന്നു എന്നാണ് പറയുന്നത്. അപ്പം ഒരു മംഗളം തുടങ്ങി വെക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാസമാണ് മകരമാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും നിങ്ങളുടെ വളരെയധികം പ്രധാനപ്പെട്ട ഒരാഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം മാസത്തിലെ 2 ഷഷ്ഠിയായിട്ട് ഞാൻ തുടർച്ചയായി 12 ഷഷ്ഠികളിൽ ഭഗവാന് പാലഭിഷേകം നടത്തിയേക്കാം. ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ പൈസ കൊടുത്താൽ മതിയാവും, അവരത് ചെയ്തോളും. നമ്മൾ ആ സമയത്ത് അവിടെ ഉണ്ടാവണം. അങ്ങനെയല്ല, ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ ശുദ്ധമായ പാല് കൊണ്ട് കൊടുക്കാൻ പറയും. ചില ക്ഷേത്രങ്ങളിൽ കവർ പാലാണെങ്കിലും ഇതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. അത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. കൊടുത്ത് ഭഗവാനെ പാലഭിഷേകം ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. ആ പാലഭിഷേകം
ചെയ്ത് തീരുന്നോടം വരെ നമ്മൾ അവിടെ നിന്ന് ഒരു മന്ത്രവും നിങ്ങൾ വേറെ ചൊല്ലേണ്ട. ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരുന്ന് വേണം നിങ്ങൾ ആ ഒരു പാലഭിഷേകം കാണാൻ. സ്കന്ദഷഷ്ഠി കവചമൊക്കെ കാണാതെ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിൽ ചൊല്ലിക്കൊണ്ട് പാലഭിഷേകം കാണാവുന്നതാണ്. പക്ഷേ ഇത് ചെയ്യണം. അപ്പോൾ ഭഗവാനോട് നമ്മൾ സങ്കല്പം ചെയ്യണം, 12 ഷഷ്ടികളിൽ തുടർച്ചയായിട്ട് ഞാൻ പാലഭിഷേകം ചെയ്തേക്കാം, എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്നുള്ളത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, നിങ്ങളുടെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം, നല്ല രീതിയിൽ ജോലി ലഭിക്കണം, വീട് വേണം, എന്താഗ്രഹവും ഭഗവാനോട് പറഞ്ഞ് ഭഗവാന് മുൻപിൽ നിങ്ങൾ പാലഭിഷേകം നടത്തണം. പാലഭിഷേകം നടത്തുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ കർമ്മദോഷങ്ങൾ പടിപടിയായിട്ട് കുറയും. കർമ്മദോഷം കുറയുമ്പം നമ്മുടെ ആഗ്രഹ സാധ്യം മുന്നിട്ട് വരും. അങ്ങനെ ഭഗവാൻ നമ്മുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു തരും. പാലഭിഷേകം നടത്തുക എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ഒന്നുമല്ല, വളരെ തുച്ഛമായ ഒരു എമൗണ്ടേ ഉള്ളൂ. അത് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചിരിക്കും. അത് മാത്രവുമല്ല, ചുമ്മാ പാലഭിഷേകം ചെയ്തിട്ട് കാര്യമില്ല, അത് നമ്മൾ കാണണം. ഇപ്പം അബ്രോഡൊക്കെ താമസിക്കുന്നവരെ വീടിനടുത്ത് മുരുകക്ഷേത്രമില്ല, മറ്റൊരാളോട് പറഞ്ഞാണിത് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത്, അതായത് അവരോട് ചോദിക്കണം ഏത് സമയത്താണ് പാലഭിഷേകം ക്ഷേത്രത്തിൽ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആ സമയത്ത് വീട്ടിലിരുന്ന് ഭഗവാൻ മുരുകനെ മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയല്ല, വീടിനടുത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഏൽപ്പിച്ചിട്ടിങ്ങി പോരരുത്, അവിടെ നിന്നത് കാണണം. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭഗവാൻ അറിയാം നമ്മുടെ അവസ്ഥ, നമുക്ക് പോയി നിന്ന് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. മടി കൊണ്ട് പോവാതിരിക്കുന്നതും അങ്ങനെയല്ല നമുക്ക് നിവൃത്തിയില്ലാതെ പോകാത്തതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പോകാൻ പറ്റുന്നവർ പോയി നിന്ന് കണ്ട് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. ഇനി നാളെ പീരിയഡ്സോ പുലയോ ബാലായ്മയോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് ഈ വരുന്ന ചൊവ്വാഴ്ച, അന്ന് കാർത്തിക നക്ഷത്രവും ചൊവ്വാഴ്ചയുമാണ്, അതും മകര കാർത്തിക. തൈ കൃത്തിക എന്ന് പറഞ്ഞാൽ അത് അതിവിശേഷമാണ്. അന്നും നിങ്ങൾക്ക് തുടങ്ങാം. അന്ന് തുടങ്ങുമ്പോൾ അടുപ്പിച്ച് 6 ചൊവ്വ അല്ലെങ്കിൽ 12 ചൊവ്വ, അത് നമ്മുടെ ഇഷ്ടമാണ്. അത് ഞാൻ ആ വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന പവർഫുള്ളായിട്ടുള്ളൊരു വഴിപാടെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് എല്ലാവരും നാളത്തെ ദിവസം ചെയ്യാനായിട്ടും മറക്കരുത്. നല്ല ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചാണ്. ഈ ഒരു മന്ത്രം നാളത്തെ ദിവസം നിങ്ങൾ 108 പ്രാവശ്യം ജപിക്കണം. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും 6 പ്രാവശ്യം വെച്ച് ജപിച്ചാൽ മതിയാകും. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ജപിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത് വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമായതുകൊണ്ടാണ് ജപിക്കണമെന്ന് പറഞ്ഞത്. എപ്പോഴും പറയുന്നത് പോലെ ഭഗവാന്റെ ഫോട്ടോയാണെങ്കിൽ അത് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച്, ഇനി വിഗ്രഹം വേലൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പാലഭിഷേകം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചെയ്ത് ഭഗവാന് നല്ല ചുമന്ന കളറിലെ പൂക്കളൊക്കെ സമർപ്പിച്ച് ഭഗവാന് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെച്ചിട്ട് ഭഗവാന് നിവേദ്യമായിട്ട് നമ്മൾക്ക് എന്ത് വസ്തു വേണമെങ്കിലും വെക്കാവുന്നതാണ്. തേൻ വെക്കാം, പഞ്ചാമൃതം വെക്കാം, പഴം വെക്കാം, പായസം വെക്കാം, നിങ്ങളെക്കൊണ്ട് എന്ത് പറ്റുന്നു ആ ഒരു നിവേദ്യവും വെച്ചിട്ട് ഭഗവാന് മുൻപിലിരുന്ന് ഓം ശിഖി വാഹനായ നമ എന്നുള്ള മന്ത്രം നമ്മൾ 108 പ്രാവശ്യം ജപിക്കണം. 108 പ്രാവശ്യം ജപിച്ച് ഭഗവാനോട് ധനം വേണമെങ്കിൽ ധനം, സമാധാനം വേണമെങ്കിൽ സമാധാനം, ആരോഗ്യം വേണമെങ്കിൽ ആരോഗ്യം, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച ശേഷം ധൂപദീപ ആരതിയൊക്കെ എടുത്ത് കർപ്പൂര ആരതിയും എടുത്ത് ഭഗവാനെ പ്രണമിച്ചാൽ മതിയാവും. ഇത് നാളത്തെ ദിവസം 108 പ്രാവശ്യം, ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും 6 പ്രാവശ്യം ജപിച്ചാൽ അതിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി എല്ലാ ദിവസവും 108 പ്രാവശ്യം ജപിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ജപിക്കാവുന്നതുമാണ്. വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണിത്. ഈ ഒരു മന്ത്രം നമുക്ക് ചൊല്ലുമ്പം നമുക്ക് തന്നെ അതിൻ്റെ വ്യത്യാസങ്ങൾ പോകെ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിരിക്കും. നാളത്തെ ദിവസം കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. ഇനി ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് ക്ഷേത്ര ദർശനം തീർച്ചയായിട്ടും സാധിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയിരുന്ന് ഭഗവാന് പാലഭിഷേകം ചെയ്ത് ആ പാലഭിഷേകം കണ്ടുകൊണ്ട് ഈ മന്ത്രം ചൊല്ലി ഭഗവാന് നിങ്ങൾക്ക് അവിടെ ക്ഷേത്രത്തിൽ ഈ പറയുന്നത് പോലെ ചുമന്ന കളറിലെ പൂക്കളും അതേപോലെ നിവേദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഭഗവാന്റെ അനുഗ്രഹം മേടിക്കാവുന്നതാണ്. വള്ളി ദേവയാനി സമേത ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ ഭഗവാന് ചുമന്ന കളറിലെ പട്ടും വള്ളി ദേവയാനി അമ്മമാർക്ക് വെളുത്ത കളറിലെ പട്ടും വാങ്ങിച്ചു കൊടുത്ത് മുല്ലപ്പൂവും വാങ്ങിച്ച് സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദാമ്പത്യ സൗഖ്യവും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും.
അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും പാലഭിഷേകമെങ്കിലും നാളത്തെ ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കണം. 3 കാര്യങ്ങളും ചെയ്യാൻ പറ്റിയാൽ അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഒരു വർഷത്തിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യത്തിനും പതിയെ നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും ക്ഷേത്ര ദർശനത്തിനും ഫലം നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം കർമ്മദോഷമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അപ്പം ആ ഒരു കർമ്മദോഷം കുറയാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. എന്ത് ചെയ്താലും ഇതൊന്നും ശരിയാവില്ല, നമ്മുടെ തലയിലെഴുത്താണ്, വിധിയാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തെയും മാറ്റി നിർത്തരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. അപ്പം എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.